കല്യാണ വീട്ടിലെ പെൺകുട്ടികൾ, അതും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ, ശരീരമൊക്കെ വളർന്ന പെൺകുട്ടികൾ അല്ലേ, പുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത ഭാഗമൊക്കെ പ്രൊജക്ട് ചെയ്യുക. ഈ ജീൻസ് ഇടുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? ശരീരത്തിന്റെ എല്ലാ ഭാഗവും അള്ള പിന്നിൽ വെച്ച കീറലൊക്കെ ശരിക്കും പ്രൊജക്ട് ചെയ്യുന്ന ഈ ബിലീസ് അവന്റെ കമ്പനിയിൽ ഡിസൈൻ ചെയ്ത ഏക ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ജീൻസാണ്. മനസ്സിലായിക്കോളി. അത് ആണുങ്ങൾക്ക് വേണ്ടി എന്താ പെണ്ണുങ്ങൾക്ക് ഇടാനുള്ളതല്ല, അത് പെണ്ണിടുന്ന ഡ്രസ്സല്ല. നമ്മുടെ മുസ്ലിം കുട്ടികൾ വീട്ടിലായാലും റോട്ടിലായാലും രണ്ടും തെറ്റാണെന്ന് മനസ്സിലായിക്കോളി. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവും. കാരണം പണ്ടൊന്നും സ്ത്രീയുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും കാണില്ല. ഇപ്പം എന്താ പറഞ്ഞാൽ ഓളെ കാലിൻ്റെ വണ്ണം എത്രയാണോ അത് കൃത്യമായിട്ട് റോട്ടിൽ പോകുന്ന എല്ലാവർക്കും കാണാം. ഓൾ അടിയിലിട്ട ഡ്രസ്സ് വരെ കാണാം. കാരണം എന്താ? അത്ര നൈസായിട്ടുള്ള ഉള്ളിടുന്നുണ്ട്. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മക്കളെ ഇവിടെ നിങ്ങൾ കുറേ സ്ത്രീകളുണ്ടല്ലോ, പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം അപ്പേ നിക്കാബും ധരിച്ചിട്ട് പോകുന്നൊരു കാര്യമില്ല. ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ചുണ്ട് ചോപ്പിക്കാതെ വരും, പേടിച്ചിട്ട്. പ്രത്യേകിച്ച് ഞാനാ വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേടിയുണ്ടാവും. കാരണം ഈ വിഷയം പറയാത്ത ഒറ്റ സംസാരവും എൻ്റെ ഉണ്ടാവും. എന്നെ കാണിക്കാൻ നിങ്ങൾ ജീവിക്കണ്ട. പക്ഷേ നിങ്ങൾ ഓർത്തോ, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഈ പോയിന്റ് ശരിക്കും മറക്കാതെ കേട്ടോ. നിങ്ങൾ ചുണ്ട് ചോപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, അപ്പം ഞാനെന്ന ഭർത്താവ് എൻ്റെ കൂടെ ഭാര്യ ജീവിക്കുമ്പോൾ ചുണ്ട് ചോപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എൻ്റെ കൂടെ ഉള്ളൊരു യാത്ര പോരുമ്പോൾ ചുണ്ട് ചോപ്പിക്കുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്നെ കാണിക്കാനല്ല എന്ന് ഉറപ്പാണ്. ഉറപ്പല്ലേ? ആണ് ഉറപ്പാണ്, എന്നെ കാണിക്കുക. അപ്പോൾ കാര്യം കാണിക്കണ്ടേ? ഓളെ മനസ്സ് വേശ്യയുടെ മനസ്സാണെന്ന് റസൂൽ വെറുതെ പറയല്ല. ഓൾ ഒരിക്കലും ഒരു ശരീരം ഒരുത്തൻ കൊടുക്കണ്ട, മനസ്സുകൊണ്ട് ഓൾ വേശ്യയാണ്. എന്താ? ഓളെ ഭർത്താവിന് കാണാൻ ഓൾ ഒരിക്കലും ചുണ്ട് ചോപ്പിച്ചിട്ടില്ല, ഭർത്താവിന് കാണാൻ ഓൾ പുട്ടിട്ടില്ല. എന്തിന്? വൈകുന്നേരം വരെ മണിയെടുത്ത് നൈറ്റ് പോലും മാറ്റിയിട്ടില്ല. പിന്നല്ലേ ബാക്കിയുള്ള ഭർത്താവിന് അത്രയുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, കയറി തല്ലിവിടരുത്. നിങ്ങൾ ഞാൻ വസ്തുതയാണ്, ഈ വസ്തുത അപ്രിയ സത്യം പറയുമ്പോൾ എന്താ പറയുക, ദേഷ്യം പിടിക്കും. അയാൾ ഇനി വിളിക്കണോ കൊണ്ടുവരണോ നോക്കത്തോ, നിങ്ങൾ വിളിക്കരുത് കേട്ടോ. നിങ്ങൾ വിളിച്ചോ ഇതായിരിക്കും ഉണ്ടാകുക, പറയും ഞാൻ. അത് ഇവിടെ നിങ്ങൾക്ക് തൽക്കാലം ഇഷ്ടാവില്ല, പക്ഷെ ആഖിറത്തിൽ ഇത് ഇഷ്ടപ്പെടും. അവിടെ എന്തുണ്ടാവില്ല അറിയോ? ഞങ്ങൾ വേർപെട്ട് പോകില്ല, എനിക്ക് ഉറപ്പാണ്. എനിക്ക് നല്ല ഉറപ്പ്, എൻ്റെ റബ്ബ് നീതിമാനാണ്. ഉള്ളിലുള്ളതെന്തോ അത് പുറത്ത് പറയും ഞാൻ. എൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് പുറത്ത് വരിക. മനസ്സിലായോ? അല്ലാണ്ട് ഉള്ളിലൊന്ന് വെച്ചിട്ട് ഒരു കപടനായിട്ട് ജീവിച്ച് പ്രബോധനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ സ്ത്രീകളോട് പറയാണ്, നിങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നുണ്ട്, അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. നിങ്ങളൊരു കല്യാണ വീട്ടിൽ നിങ്ങളുടെ ശരീരം പ്രകടിപ്പിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുക വേണ്ട. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മലപ്പുറത്തൊക്കെ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടി എന്താ? ലീഗിന് വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് പെണ്ണിനെ റോട്ടുള്ളാകുമോ? മാത്രമല്ല, ഞാൻ വെറുതെ പറയല്ല, അവിടുത്തെ ഹിന്ദു സ്ത്രീകളെക്കാളും തുള്ള അറിയുന്നത് മുസ്ലിം പെണ്ണുങ്ങൾക്കാണ്. അതെന്താ കാരണം? എന്താ? വീട്ടിൽ എല്ലാ ടെക്നോളജിയും ഉള്ള എല്ലാ തുള്ളലും കാണാൻ പറ്റിയ ആധുനിക ടെക്നോളജി ഹൈന്ദവരുടെ വീട്ടിലുള്ളതിനേക്കാളും മുസ്ലിങ്ങളുടെ വീട്ടിലാണ്. അതുകൊണ്ട് എല്ലാ തുള്ളലും അവർക്കറിയുന്ന അത്ര തുള്ളൽ ഒരാൾക്കറിയില്ല. പിന്നെ അവരെ തുള്ളലേ വരൂ, കാരണം അവരെ തുള്ളൽ കാണിച്ചിട്ടാണ് എല്ലാ പെണ്ണുങ്ങളെയും തുള്ളിക്കാൻ. പർദ്ദട്ട പെണ്ണിന് പോലും തുള്ളാൻ തോന്നുന്നുണ്ടാ? പർദ്ദട്ട പിന്നെ നമുക്ക് ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. കാരണം എന്താ? എന്നല്ല പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം എന്താ? പർദ്ദട്ട തീരെ അടക്കല്ല. ഈ ചുരിദാറൊക്കെ ഇട്ട് കിടക്കുന്ന ഹിന്ദു സ്ത്രീകളിലെ അവർക്കുള്ള അച്ചടക്കം ഉണ്ടോ? പർദ്ദട്ട പെണ്ണുങ്ങൾക്ക് ഉണ്ടോ? എന്താ നിക്കാബ് ധരിക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ ചുണ്ട് ചോപ്പിച്ച് ആര് കാണും? ചോപ്പിച്ചിട്ടുണ്ടോ മുഖം മൂടുന്ന അവസ്ഥ ഉണ്ടാവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഈ നേതാക്കന്മാരെ അനുയായികളെ വിട്ടുപോകുന്ന ഒരു ലോകം വരാനുണ്ട്. ഇച്ഛയെ, നമ്മുടെ താല്പര്യങ്ങളെ, അതിനപ്പുറം അതാണ് 79 അധ്യായം 40-41 വചന. എന്താ പറയുന്നത്? ഇച്ഛയെ നിയന്ത്രിക്കണം, ഇച്ഛയെ നിയന്ത്രിക്കണം. എല്ലാവരും ചുണ്ട് ചോപ്പിക്കണം. ഇപ്പം ഞാനായിട്ട് അങ്ങനല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. ഞാൻ ഖുർആനിലെ 4-ാം അധ്യായം 34 പറഞ്ഞ പോലുള്ള ഒരു പെണ്ണാണ് ഞാൻ. ഇത് കാനിത്താത്തുന്ന്. ഡ്രൈവിംഗ് പഠിച്ചാൽ എന്താ കുഴപ്പം? നിൻ്റെ ഭാര്യ ഒരിക്കലും എന്നോട് ചോദിച്ചു. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ വിവാദ ക്ലിപ്പാക്കിയാലും എനിക്ക് വലിയ വിരോധമൊന്നുമില്ല, പഠിക്കാനത് നല്ലതാ, പഠിക്കാനത് നല്ലതാ. എന്താ? അവൾ എന്നോട് ചോദിച്ചു, ഞാൻ കാർ പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? 2 വീലർ പഠിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താ? നമ്മൾ കാനിത്താത്തുന്നുള്ളതിൻ്റെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റി വണ്ടി ഓടിക്കാൻ വ്യഗ്രത കാണിക്കാത്ത പെണ്ണ് എന്നതിനർത്ഥമുണ്ട്. ഓളിനോട് ചോദിച്ചാൽ അതെങ്ങനെയാണ് അങ്ങനെ അർത്ഥം കിട്ടുക? പഠിച്ചു നോക്ക്. കാനിത്താത്തുൻ എന്നതുകൊണ്ട് എന്താണ് ഇസ്ലാം അർത്ഥമാക്കുന്നതെന്ന് പഠിച്ചു നോക്ക്. ഓൾ പിന്നെ ഒറ്റയ്ക്ക് വണ്ടി കൊടുക്കില്ല. ഓള് മനസ്സുകൊണ്ട് കാനിത്താത്തായിട്ട് അല്ല, നാട്ടുകാർ കാനിത്താത്തല്ല. ഓള് മാത്രം അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഓളെന്ന പെണ്ണ് റോട്ടിലുള്ള ഓള് മാത്രമല്ല. ഇതാണ് പ്രശ്നം. നീ അടക്കണ്ടോ അല്ലേ എന്നുള്ളതല്ല, നിന്നെ ബാധിക്കും അത് എന്നതിൽ സംശയിക്കേണ്ടത്. ഉറപ്പായിട്ടും തന്നിഷ്ടം പിൻപറ്റി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയ പാകത്തിൽ ഏത് പെണ്ണിറങ്ങുന്നുണ്ടോ അത് ഏതെങ്കിലും ഒരു നിമിഷത്തെക്കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. ഇറങ്ങി ശീലിച്ചോ, പിന്നെ നിങ്ങളെ തടുക്കാൻ ഭർത്താവിന് കഴിയില്ല. കാരണം ഓനെന്താ വിചാരിക്കുന്നത്? ഞാൻ എൻ്റെ മൊബൈലിൽ കളിക്കട്ടെ, എപ്പോഴും മീൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയി അവിടെ പോയിക്കോട്ടെ. പക്ഷേ ഓൾ എന്നും പോകുന്ന ഒരു മീൻകാരൻ്റെ അടുത്താണെങ്കിൽ അപ്പോക്കിൻ്റെ കുഞ്ഞുമോനെ എൻ്റെ തലക്ക് കത്തി വെക്കാനുള്ള പോക്കാണ്. ഓളാ ഒന്നും വിചാരിച്ചിട്ടില്ല. 50 വട്ടം പോയപ്പോൾ മനസ്സിലൊന്നും തോന്നിയിട്ടില്ല. 51ാമത്തെ വട്ടം ചെന്നപ്പോൾ ഓനൊരു ചോദ്യം ചോദിച്ചതിൽ നിന്ന് അങ്ങനെ കയറുകയാണ്. എന്താ അവൻ്റെ ചോദ്യം എന്നറിയോ? അല്ല, ഇപ്പോൾ 19 വട്ടം ഇവിടെ വന്നല്ലോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ദാമ്പത്യമൊക്കെ എങ്ങനെയാണ് ഒരു ചോദ്യം. ഇബ്ലീസ് കടന്നു വരുന്ന പഴുത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിച്ചോളി. 51ാമത്തെ വട്ടത്തെ ചോദ്യം എന്തായിരുന്നു? എൻ്റെ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെയാണ്? അപ്പോൾ 1 മിനിറ്റോളം ഒന്നും മിണ്ടിയില്ല കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കിക്കോളെ. ആ പൊസിഷൻ അങ്ങോട്ട് നോക്കില്ല, നോക്കി ഓളെങ്ങനെയാണ്? നിങ്ങളിപ്പോൾ തൽക്കാലം മീനടിക്കുക, ആക്കാൻ നമുക്ക് പിന്നെ പറയാം. ഓനത് മതി, ഓളെ വളയ്ക്കാൻ ഓൻ ആ വാചകം മാത്രം മതി. അപ്പം നിങ്ങൾ ചോദിക്കാം, എന്താ വളയൽ പഠിപ്പിച്ചത്? നിങ്ങൾ ഞാനൊരാണാ, അതുകൊണ്ട് അങ്ങ് പഠിപ്പിച്ചിരുന്നത്. ആണെന്ന കുതന്ത്രശാലിയോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് അല്ല പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല പറയുന്നത്, ഫോണിൻ്റെ അപ്പുറത്ത് ആണാണെങ്കിൽ നീ സംസാരിക്കുന്ന അന്യ പുരുഷനോടാണെങ്കിൽ പരുക്കമായി സംസാരിക്കണം, കൊഞ്ചാൻ മെനക്കെടരുത്. കൊഞ്ചാൻ മെനക്കെടരുത്. വീട്ടിൽ ഭർത്താവില്ല, ആരുമില്ല,
ഒറ്റ കക്കോളിയും ബെല്ലടിച്ച് ഭർത്താവിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, ഒരു സംശയമല്ല. കയറി ഇരിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഇജ്ജ് വിളിക്കണ്ട, ഭർത്താവ് ഇവിടെ ഇല്ല, വൈകുന്നേരം 5 മണിക്ക് വരും, നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി. ഇങ്ങനെ ഒരു വാചകം ഒരു പെണ്ണ് പറഞ്ഞു നോക്ക്, ഓൻ പിന്നെ അറിഞ്ഞ് ചുറ്റി പറ്റില്ല. എന്നിട്ട് കയറിയിരുന്നോലീന്ന് പറഞ്ഞാൽ ഓൻ കയറിയാൽ പോകുക അപ്പുറത്ത് കേട്ടോ. അതിനോട് നിങ്ങളോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല. ഭർത്താവില്ല, 5 മണിക്ക് ശേഷം ഇവർ വിളിച്ചിട്ട് വന്നാൽ മതി. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എതിർപ്പുണ്ട് പറയുന്നില്ല? എന്നാൽ അതാട്ടോ സത്യം, ഇതാ സത്യം. നേരെ മറിച്ച് നിങ്ങൾ ചാൻസ് കൊടുത്തോ, ഒരു വട്ടം കണ്ട ഒന്നും ഉണ്ടാവില്ല, രണ്ടാമത്തെ വട്ടം കണ്ട ഒന്നും ഉണ്ടാവില്ല, മൂന്നാമത്തെ വട്ടം കണ്ട ഒന്നും ഉണ്ടാവില്ല. ചിലർ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന്, ഏത് ചെറുപ്പക്കാരൻ ഏത് നാട്ടുകാരാണെന്ന് ചോദിക്കല്, ഭാര്യനെ കൊണ്ടാ വന്ന്. ഭാര്യൻ്റെ ഇവിടെ ഓനിങ്ങനെ മടക്കിയിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബലൂണ് വീർത്ത മാതിരി വീർത്തിട്ട് രക്തം ഇങ്ങനെ നീല കളർ കെട്ടി കിടക്കുക. ഒരു പക്ഷേ ആ നാട്ടിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവ് വരുന്നവർ 5 കൊല്ലം കല്യാണം കഴിഞ്ഞ 5 കൊല്ലം 2 കുട്ടികളുണ്ട്. 5ാമത്തെ കൊല്ലമൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. ഇതിങ്ങനെ ശല്യപ്പെടുത്തിയ പോകാൻ പറഞ്ഞാൽ പൈക്കോന്ന് പറഞ്ഞൊരു സ്ഥലത്താക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവളെ ക്ലാസ് പഠിച്ചൊരു ചെക്കൻ, അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓനെന്തോ കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞില്ല. ഓൻ അവിടെ ചെന്നു. ഫസ്റ്റ് ദിവസം തന്നെ കണ്ട സ്വാഭാവികമായിട്ട് ക്ലാസ് പഠിച്ചോല്ലേ, ഒരു ക്ലാസ് പഠിച്ചോലാണല്ലോ, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു സ്പാർക്കിംഗ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വേറെ ഒന്നല്ല കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. ഫോൺ നമ്പർ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. ആ ഫോൺ നമ്പറോളം 5 തവണ വ്യഭിചരിപ്പിച്ചു. ഇത്ര മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അത് പിടിച്ചു ഭർത്താവ്. കുവൈത്തിൽ നിന്ന് വന്നപ്പോൾ ഭർത്താവ് പിടിച്ചിട്ട് പിന്നെ ഓന, കാരണം അത്രയോളം വിശ്വസിച്ച് ജീവിച്ചൊരുത്തൻ. ഈ 5 കൊല്ലോളം പരിശുദ്ധമായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ ഒരു കമ്പ്യൂട്ടർ സെന്ററിലേക്ക് അവിടെ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ, സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യം വേണം, പക്ഷെ അത് പിഴക്കാനുള്ള സ്വാതന്ത്ര്യം ആകരുത്. ഇതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ പോണ്ടാന്നോ പഠിക്കണ്ടാന്നോ ഒന്നല്ല. എൻ്റെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിച്ച്, സൈക്കോളജിയാണ് പഠിച്ച്, ഓളിപ്പോൾ PG പഠിക്കുന്നത്. മക്കളൊക്കെ ഞാൻ ഇഷ്ടമുള്ള വിദ്യാഭ്യാസത്തിനാണ് വിട്ട്, ഇപ്പോഴും അതെ. ഇതൊന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഇബ്ലീസ് ഉണ്ടെന്നറിയണം, ഓൻ്റെ കൂടെ ഇബ്ലീസ് ഉണ്ടെന്നറിയണം. ഓ നിങ്ങളോട് മൊബൈൽ ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനല്ലേ കിട്ടണ്ടായി, എൻ്റെ ഫോൺ നമ്പർ എന്തിനാ നിങ്ങൾ വാങ്ങണേന്ന് ആദ്യത്തെ ചോദ്യം നീ ചോദിക്കുന്നതോടുകൂടെ ഓൻ്റെ മനസ്സിൽ എന്താണ്ടറിയോ, വെറുതെ ഞാൻ മെനക്കെട്ടിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിച്ചത്, ഫോൺ ചെയ്യുമ്പോഴേക്ക് നമ്പർ 846494 എന്നാണ് പറയുമ്പോഴേക്ക് മനസ്സിലായി. 5ാമത്തെ മിനിറ്റ് കൊണ്ട് വളയുന്നു. സ്ത്രീകൾ ചോദിക്കും, ഞങ്ങളെപ്പറ്റി എന്താ നിങ്ങൾ ഇങ്ങനെ മോശം പറയുന്നത്? നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന്റെ ഇംഗീതത്തിനൊത്ത്, അഥവാ പുരുഷന്റെ ഈ താല്പര്യങ്ങൾക്ക് കീഴുങ്ങുന്ന ഒരു വിധത്തിലാണ് അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഓൻ അറിയുന്ന പോലെ ലോകത്ത് വേറൊരാൾക്കറിയില്ല. ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ മുണ്ടയിലെ ഈ ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഒരുത്തൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തലകുനിച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ ഭാര്യയൊക്കെ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയാൽ ഞാൻ വിളിക്കും, അവിടെ എത്തി, കാര്യങ്ങൾ നടന്നു, ശരി, തിരിച്ചു പോരാനായോ, എന്നാൽ വേഗം വീട്ടിലോട്ട് മടങ്ങിക്കോ. എന്നിട്ടൊരു ഹദീസും പറഞ്ഞു കൊടുക്കും. നബി പറയുന്നുണ്ട്, അത്യാവശ്യത്തിന് നിങ്ങൾക്ക് കാര്യത്തിന് ഇറങ്ങേണ്ടി വന്നാൽ ആവശ്യം എന്തോ അത് പൂർത്തിയായി പിന്നെ ഒരു മൈക്രോ സെക്കൻഡ് അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കരുത്, വീട്ടിലോട്ട് പോയിക്കൊള്ളും. ഹദീസാണ്. നിങ്ങൾ വെറുതെ അവിടെ അങ്ങനെ നിൽക്കുമായിരിക്കും. കാരണം നിങ്ങളൊരു കാര്യം, ഈ പോയിന്റ് ഇതൊക്കെ യാദൃശ്ചികതയെ തെറ്റിലേക്ക് എത്തുന്ന സാഹചര്യത്തിൻ്റെ പഴുതുകളെ കുറിച്ചാണ് എന്നോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഫോൺ ചെയ്ത് നിങ്ങൾ 10 മിനിറ്റ് നിൽക്കുന്നതിനിടയിലായിരിക്കും പണ്ടെപ്പോഴോ പ്രേമിച്ചൊരുത്തൻ, നിങ്ങൾക്ക് ഓർമ്മയില്ല, ഓൻ യാദൃശ്ചികമായിട്ട് അതിലൂടെ ഓൻ്റെ ബെൻസ് കാറിൽ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ തോന്നി ഇതിൻ്റെ സെഫിയാണല്ലോ എന്ന് വെറുതെ തോന്നി. ഓൻ്റെ സെഫിയല്ല, ബഷീറിൻ്റെ സെഫിയാണ്, 3 കുട്ടികളുണ്ടായില്ലേ, ഓൻ്റെ നല്ല. എന്നാലും ഓന് തോന്നുന്നത് ഇതിൻ്റെ സെഫിയാണല്ലോ, അതങ്ങനെ തോന്നും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓൻ റിട്ടേൺ ചെയ്ത് വന്ന് ആദ്യമായിട്ട് കണ്ട്. എന്തുകൊണ്ട് അവളെ കണ്ട്? ഓൾ ആവശ്യമില്ലാത്ത 10 മിനിറ്റ് അവിടെ നിന്നുകൊണ്ട്. മൗലവി ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ കഴിയും. മുക്മിൻ ബാക്കിയുള്ളവരെ പോലെയല്ല, ഒരു മുസ്ലിമായ പെണ്ണ് ബാക്കിയുള്ളവരെ പോലെ അല്ല. അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്നെ പോലെയല്ല, എനിക്കിത് പറ്റില്ല. ജാനകി, നീ എൻ്റെ കൂട്ടുകാരിയാണ്. സുമതി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ സുമതി, ഞാൻ നിന്നേക്കാൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ റബ്ബിനെയാണ്. എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനൊത്ത് നിന്റെ ഇഷ്ടത്തെ താലോലിക്കാൻ എന്നെ കിട്ടില്ല. അത് പറയേണ്ടവരാണ് നമ്മൾ. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് തോന്നുന്നത് എന്താണ്? ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ പാടില്ലാത്ത, 6ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരു ഹമുക്ക്, തൊപ്പിട്ട ഹമുക്ക്. ഒരു വിരോധം. എനിക്ക് 800 കോടി മനുഷ്യരെന്നെ വെറുത്തിട്ട് ഞാനിങ്ങനെ ഉരുകി ഇല്ലാണ്ടായിട്ട് നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ 800 കോടിൻ്റെ വെറുപ്പും എൻ്റെ റബ്ബിന് 8 ദശലക്ഷം മടങ്ങ് സ്നേഹത്തിലേക്ക് പോകുന്നുവെങ്കിൽ ആ സ്നേഹം മതിയെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു വിഷയമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ മാറി ചില വിഷയങ്ങൾ പറയാൻ ഞാൻ സ്ത്രീകളോട് പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ വിഷയത്തിൻ്റെ ഇതിൽ വരുന്ന സമയത്ത് മറന്നു പോകാതിരിക്കാനാണ്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയണം, എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത മൊബൈൽ കോൺടാക്ട്സ്, ആവശ്യമില്ലാത്ത ആളുകളുടെ അന്യപുരുഷൻ്റെ നമ്പർ എന്തിനാ ചോദിച്ചു വാങ്ങി നമ്മുടെ ഫോണിൽ വെക്കണം? ഒരു കാര്യമില്ല. ഒരു പഞ്ചായത്ത് പോയാൽ ഒരു കാര്യം നിങ്ങൾക്ക് ശരിയാക്കണം, അവിടെയുള്ള ഒരാളെ നമ്പർ, ചിലപ്പോൾ പ്രസിഡന്റിൻ്റെ നമ്പർ വാങ്ങേണ്ട ഒരു കാര്യം ചോദിക്കാൻ ഒരു പെണ്ണെന്ന നിലക്ക് അതിൽ കവിഞ്ഞുള്ള എന്ത് കോൺടാക്ട്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അന്യപുരുഷന്മാരുടെ? എന്തിനാണ് ഒരു അന്യ സ്ത്രീയുടെ കോൺടാക്ട്സ് പുരുഷൻ? ഇതെല്ലാം അല്ലാഹു നമ്മൾ. അതുകൊണ്ടാണ് റബ്ബിന്റെ മുമ്പിൽ ഖുർആനിൽ അവസാനം ഇറങ്ങിയ വാചകത്തിൽ ഒന്നാണ് സൂറത്തുൽ ബഖറ 281 2-ാം അധ്യായം. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നമ്മൾ സൂക്ഷിക്കണം.